ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് ഒരു 1:30 ആവും കേട്ടോ. ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു തോടുണ്ട്. അതിനകത്തൊരു കുഞ്ഞു കിളി, വെള്ളം കുറവാണ്, പക്ഷേ ആ വെള്ളത്തിൽ ഒരു കുഞ്ഞു കിളി പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതും വേഗം അതിനെ ഇറങ്ങിയിട്ട് അതിനെ എടുത്തു. എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ നിന്ന് ഒലിച്ച് വന്നാന്ന് തോന്നുന്നു കേട്ടോ. നല്ലപോലെ തണുത്തിരിക്കുന്നുണ്ടായിരുന്നു ദേഹം. ഞാൻ വേഗം എടുത്തു. പിന്നെ പക്ഷെ നമ്മൾ എടുത്തിരുന്നാലും അത് നമ്മുടെ ചൂടൊന്നും പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചൂടിൻ്റെ സ്മെല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അമ്മക്കിളി അതിനെ കൊണ്ടൂല എന്നൊക്കെ പറയണ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഉണങ്ങി കഴിഞ്ഞാൽ അടുത്തിരി ഉഷാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ പറന്ന് പോയാലെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു. പക്ഷേ അടുത്തൊക്കെ നിറയെ നായ്ക്കളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി, ഇനിയിപ്പോൾ നായ്ക്കളെങ്ങനെ കടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു. നോക്കുമ്പോൾ അതിൻ്റെ കണ്ണിലും ചെറുകിനടിയിലൊക്കെ പുളിയുറുമ്പ് നല്ലപോലെ കടിച്ചിട്ട്, ഉറുമ്പിനൊന്നും ജീവനില്ല, പക്ഷെ എന്നാലും കടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതിന് വേഗം എല്ലാം എടുത്തു വിട്ടു കേട്ടോ. എടുത്ത് വിട്ടിട്ട് ആ വീടിൻ്റെ സൈഡ് വെച്ചു. അത് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സൈഡിൽ തന്നെ വെച്ചു. ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് വെച്ചു കേട്ടോ. ചിറകിനടിയിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഉറുമ്പ് കേട്ടോ. അതിനൊക്കെ എടുത്ത് വലിച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ വേഗം താഴെ ഇറക്കി വിട്ടു. അത് കുറച്ച് നേരം അവിടെ മിണ്ടാതെ നിന്നു കേട്ടോ. നമ്മുടെ 2 പീക്കിരികൾ സ്കൂളിൽ നിന്ന് വരാനുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എന്നറിയില്ല, ഇതിൻ്റെ പുറകിൽ നിന്ന് മാറില്ല. അപ്പോൾ എനിക്കിതേത് കിളിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ ജെമിനോട് ഡൗട്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് പറയുന്നത് റെഡ് വെൻറ്റഡ് ബൾബിൾ എന്നാണ്. ഒരു കുഞ്ഞു കുരുവിയില്ലേ, എന്തോ ഒരു കുരുവി, അത് എനിക്ക് തോന്നുന്നു ഇരട്ടത്തലയൻ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഞാൻ അടിച്ചപ്പോൾ ഇങ്ങനെ വന്ന്. പക്ഷെ കൂത്താങ്കീരിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കണ്ട്. ആൾ കുറച്ച് ഉഷാറായപ്പോൾ മെല്ലെ ഓടാനൊക്കെ തുടങ്ങി, സുഖമായി നടക്കാൻ തുടങ്ങി. എന്തോ കാടക്കോഴി പോലെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. എന്തായാലും കുട്ടികൾ വരുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. അവർക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ